ക്യാമറയിൽ എങ്ങനെയാണ് മീറ്ററിംഗ് മോഡുകൾ ചേഞ്ച് ചെയ്യുന്നത് എന്ന് നോക്കാം. കാനണിലാണെങ്കിൽ ക്യൂ ബട്ടൺ പ്രസ് ചെയ്യുക, നിക്കോണിലാണെങ്കിൽ ഐ മെനു എടുക്കുക, അല്ലെങ്കിൽ ക്യൂ മെനു എടുക്കുക. കാനണിൽ, നിക്കോണിൽ ഐ മെനു. അതിനകത്ത് കൃത്യമായിട്ടും മീറ്ററിംഗ് മോഡ്സ് നിങ്ങൾക്ക് ഒരു സ്ക്വയർ ബ്ലോക്സ് ആയിട്ട് കാണിക്കുന്നുണ്ടാവും. അതിനകത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഈ പറഞ്ഞ കാനണിലാണെങ്കിൽ 4 മോഡും നിക്കോണിലാണെങ്കിൽ 3 മോഡും കാണിക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമായിട്ടുള്ളത് മീറ്ററിംഗ് മോഡ് ചൂസ് ചെയ്യാവുന്നതാണ്. ഫസ്റ്റിൽ നിങ്ങൾ ഫോട്ടോഗ്രാഫി പഠിച്ചു തുടങ്ങുമ്പം നല്ലത് മീറ്ററിംഗ് മോഡുകൾ മാറ്റിയിട്ട് അതിൻ്റെതായ രീതിയിലേക്ക് പോയിട്ട് ഫോട്ടോ എടുക്കുന്നതാണ്. പക്ഷേ കുറച്ച് നിങ്ങളൊരു പ്രൊഫഷണൽ ലെവലിലേക്ക് എത്തുമ്പോൾ അധികം മീറ്ററിംഗ് മോഡ് മാറ്റാതെ ഒരു പടിക്ക് ഓവർ എക്സ്പോസ് ചെയ്തും അണ്ടർ എക്സ്പോസ് ആ സീനിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് മീറ്ററിംഗ് മാറാതെ തന്നെ എക്സ്പോഷർ മാറ്റിയിട്ട് നിങ്ങൾ ഫോട്ടോസ് എടുക്കാൻ തുടങ്ങും. അതിൻ്റെ ഒരു ട്രിക്ക് നിങ്ങൾക്ക് മനസ്സിലാവാൻ കുറച്ച് ഒരു ടൈം പിടിക്കും. ഇതെപ്പോഴും നിങ്ങൾ 3 മീറ്ററിംഗ് മോഡിൽ ഫോട്ടോ എടുത്തിട്ട് കമ്പയർ ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് ഇതിൽ ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആകെ കാണാൻ പറ്റുന്ന ഡിഫറൻസ് ബ്രൈറ്റ്നെസ്സിലുള്ള ഡിഫറൻസ് ആണ്. അപ്പം സ്പോട്ട് മീറ്ററിംഗ് ഇട്ടാൽ എനിക്ക് ഓക്കെ ഇങ്ങനെ ഓവർ എക്സ്പോസ് ആയിട്ടാണ് വരുന്നത്, മൾട്ടി ഏരിയ മീറ്ററിംഗ് ഇട്ടാൽ ഇങ്ങനെയാണ് വരുന്നത്, സെൻറ്റർ വെയിറ്റ് ഇട്ടാൽ ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മീറ്ററിംഗ് മോഡ് മാറ്റാതെ നിങ്ങളുടെ എക്സ്പോഷർ മീറ്റർ +1 അല്ലെങ്കിൽ -1 ഇങ്ങനെയുള്ള ഈ സെറ്റിങ്സിലേക്ക് കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ ചിത്രത്തിൻ്റെ ബ്രൈറ്റ്നസ് നിങ്ങൾ ഇഷ്ടം പോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്തായാലും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എങ്ങനെയാണ് മീറ്ററിംഗ് മോഡുകൾ ഉപയോഗിക്കേണ്ടത് എന്നാണ്. അപ്പോൾ സ്പോട്ട് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രെയിമിൻ്റെ 3% ഏരിയയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ഫോക്കസ് പോയിന്റിൻ്റെ കൂടെ കണക്റ്റഡ് ആയിട്ടാണ് ഇത് പോകുന്നത്. നിങ്ങൾ എങ്ങോട്ടാണ് സിംഗിൾ പോയിന്റ് ഫോക്കസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ പോയിന്റ് ഫോക്കസ് ഉപയോഗിക്കുമ്പം എങ്ങോട്ടാണ് നിങ്ങൾ ഫോക്കസ് പോയിന്റ് മാറ്റുന്നത് അവിടത്തേക്കാണ് ഈ മീറ്ററിങ്ങും മാറിപ്പോവുക. അവിടെ നിന്നാണ് ലൈറ്റ് റീഡ് ചെയ്യുക. എവിടെ ഫോക്കസ് ചെയ്യുന്നോ അവിടെ നിന്ന് റീഡ് ചെയ്യും. സെൻറ്റർ വെയിറ്റ് ആവറേജ് എടുക്കുമ്പോൾ ഫ്രെയിമിൻ്റെ നിങ്ങൾ ഫോക്കസ് പോയിന്റ് സിംഗിൾ പോയിന്റ് ഫോക്കസ് ഉപയോഗിച്ചിട്ട് ഫോക്കസ് എവിടെ ചെയ്താലും സാരില്ല. പക്ഷേ ക്യാമറ നോക്കുന്നത് നിങ്ങളുടെ മധ്യത്തിലുള്ള ഫോക്കസ് പോയിന്റിന്റെ സറൗണ്ടിങ് ആയിട്ടുള്ള ഏകദേശം 30% ഏരിയയിലേക്കാണ്. അതേപോലെ ഇവാലുവേറ്റീവ് മീറ്ററിംഗ് അല്ലെങ്കിൽ മൾട്ടി ഏരിയ മീറ്ററിംഗ് ആകുമ്പോൾ നിങ്ങളുടെ ക്യാമറ എൻറ്റയർ സീനിലുള്ള ലൈറ്റിൻ്റെ ആവറേജ് ആണ് എടുക്കുന്നത്. ഇത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ടും നിങ്ങൾ സമയാസമയങ്ങളിൽ മാറ്റിക്കൊണ്ടിരിക്കുക. വളരെ ക്രിയേറ്റീവായിട്ട് ഫോട്ടോസ് എടുക്കുക.